പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുർക്ക്മെനിസ്ഥാനിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് 40 മിനിറ്റോളം കാത്തിരുന്നുവെന്നും പിന്നീട് പ്രസിഡന്റ് വരാതായപ്പോൾ മൂപ്പര് അകത്തേക്ക് ഈ പ്രസിഡന്റ് പുടിനും എർദോഗൻ തുർക്കി പ്രസിഡന്റും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് വാതിൽ തള്ളി തുറന്ന് ഇദ്ദേഹം കയറി ചെന്ന് 11 മിനിറ്റോളം സംസാരിച്ചിട്ട് തിരിച്ചു പോയി എന്നും ഈ പുടിന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂമറുകളും ട്രോളുകളും ഒക്കെ ഇന്നലെയൊക്കെ വന്നിരുന്നു. ഇത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും അവിടെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പുടിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. ഈവൻ ചൈനയും പാകിസ്ഥാനും തമ്മിൽ പോലും ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം പാകിസ്ഥാനും അതുപോലെ അമേരിക്കയും തമ്മിലുണ്ടാവുന്ന ഇപ്പോഴത്തെ പുതിയ അടുപ്പമാണ്. കഴിഞ്ഞ ദിവസം ചൈനീസ് സ്പോക്ക് പേഴ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും റഷ്യയും പരസ്പര സഹകരണത്തോടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. സോ ഒരു വശത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്, അരുണാചൽ പ്രദേശ് വിഷയത്തിൽ ഉൾപ്പെടെ. അതിനിടയിലും പരസ്പര സഹകരണം സാധ്യമാവുന്ന എല്ലാ മേഖലകളിലും പരസ്പരം സഹകരിച്ചു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ഒരു പാലമായിട്ട് റഷ്യ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് അമേരിക്കയ്ക്ക് ചില പ്രശ്നങ്ങൾ ഇന്ത്യയോടുണ്ട്. എന്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം? കേവലം അതൊരു വ്യാപാര തർക്കമാണോ, അല്ലെങ്കിൽ കച്ചവട വിഷയം മാത്രമാണോ? യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്ത്യയെ ഒരു പുതിയ പൊസിഷനിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇത്രയും കാലം ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു പാർട്ട്ണറായിരുന്നു. വിശേഷിച്ച് അമേരിക്കയ്ക്ക് ചൈനയ്ക്ക് ബദലായിട്ട് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇൻഡോ പസഫിക് റീജിയണിൽ ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവർ കാണാൻ ശ്രമിച്ചത് ഇപ്പൊ എങ്ങനെയാണോ ജപ്പാനെ അവരുടെ ഒരു പാർട്ട്ണറായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയെ കാണുന്നത്, ആ ഒരു രീതിയിലാണ് ഇന്ത്യയും കാണാനായിട്ട് ആഗ്രഹിച്ചത്. എന്ന് വെച്ചാൽ ചൈനീസ് ഇൻഫ്ലുവൻസിനെ കുറയ്ക്കാൻ വേണ്ടി ഇൻഡോ പസഫിക്കിലെ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ കീ പാർട്ട്നേഴ്സ്. ഓൾറെഡി ജപ്പാനും ഓസ്ട്രേലിയയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയെ കൂടി കൊണ്ടുവന്നാൽ, ഇന്ത്യൻ ഓഷനിലെ പ്രധാനപ്പെട്ട ശക്തിയാണല്ലോ. അപ്പൊ ഇന്ത്യയെ കൂടെ കൊണ്ടുവന്നാൽ അമേരിക്കൻ താല്പര്യങ്ങൾ അതിലൂടെ സംരക്ഷിക്കാൻ കഴിയും, ചൈനയുടെ വളർച്ചയെ അല്ലെങ്കിൽ ചൈനയുടെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നൊക്കെയാണ് അമേരിക്ക കണക്ക് കൂട്ടിയത്. ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ ആ വിധത്തിലാണ് ക്വാഡിനെ കൂടുതൽ ശക്തമാക്കാനൊക്കെ ശ്രമിച്ചത്. പക്ഷെ പതിയെ അമേരിക്ക മനസ്സിലാക്കി ഇന്ത്യ അങ്ങനെ ഇപ്പൊ ജപ്പാനെ പോലെയോ അല്ലെങ്കിൽ സൗത്ത് കൊറിയയെ പോലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയോ ഒരു രാജ്യമാകാനല്ല ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഉദ്ദേശം മറ്റൊന്നാണ്. ഇന്ത്യ പൂർണ്ണമായും ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി പിന്തുടരുന്ന, ആർക്കും വഴങ്ങി കൊടുക്കാത്ത ഒരു പുതിയ ശക്തിയായിട്ട് ഇന്ത്യയെ പൊസിഷൻ ഉയർത്താനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്ക മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ഇന്ത്യക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ പുതിയ നീക്കങ്ങളെ നമ്മൾ ആ വിധത്തിൽ വിലയിരുത്തേണ്ടത്. പൊടുന്നനെ ട്രംപ് ഈ താരിഫ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് വരുമ്പോൾ ട്രംപ് ഈ താരിഫ് ഉപയോഗിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ വരുതിയിലാക്കാൻ ഒരു ശ്രമം തന്നെയാണ് നടത്തിയത്. അത് ഒരു പരിധിവരെ നടന്നു. എന്തുമാത്രം രാഷ്ട്രത്തലവന്മാരാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പിന്നാലെ പോയത്. പക്ഷെ ഇന്ത്യ അപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ മാറിയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്ത്രപരമായ ചില തീരുമാനങ്ങൾ എടുത്തു. ഇത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ഇമ്പാക്റ്റ് അതിലുണ്ട്. ഇപ്പൊ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്താലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ടൊരു പ്രശ്നം വന്നാലും എപ്പോഴും വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. മുൻകാലങ്ങളിൽ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായ സമയത്ത് ഇന്ത്യയിലേക്കുള്ള എണ്ണ സപ്ലൈ നിർത്തിവെച്ചുകൊണ്ട് പല ഗൾഫ് രാജ്യങ്ങളും പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ലോകത്ത് എണ്ണ നിക്ഷേപമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ അമേരിക്കയ്ക്ക് ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത എണ്ണ നിക്ഷേപമുള്ളൊരു രാജ്യം റഷ്യയാണ്. ഇപ്പൊ വെനസ്വേലയെ അമേരിക്ക എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നില്ലേ? ഇത്രയും കാലം ഉപരോധങ്ങളിൽ തളച്ചിട്ടു. ഇപ്പോൾ അമേരിക്ക സൈനികമായി തന്നെ അവരെ നേരിടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എണ്ണ നിക്ഷേപം വളരെ കൂടുതലുള്ള ഇറാനെ ഉപരോധത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ അമേരിക്ക തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം ഈ എണ്ണ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എണ്ണ സപ്ലൈ എന്ന് പറയുന്നത് അമേരിക്ക എല്ലായ്പ്പോഴും ഈ സമ്മർദ്ദ തന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് ലോകത്തെ എണ്ണ ഉൽപാദനത്തിൽ ഏറിയ പങ്ക് നടക്കുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അവര് സ്വതന്ത്രമാണ്, അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ US ധിക്കരിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ ഗൾഫ് രാജ്യം പോലും ഇല്ല. സോ അവിടെയൊക്കെ നിയന്ത്രണം അമേരിക്കയുടെയും വെസ്റ്റേൺ ശക്തികളുടെയും കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളുടെ നിയന്ത്രണമുള്ള ഗൾഫിൽ നിന്ന് എണ്ണ വാച്ചാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ വാച്ചാൽ അമേരിക്കയ്ക്ക് കുഴപ്പമാണ്.
വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ കുഴപ്പമാണ്, കാരണം ഇവിടെ രണ്ടിടത്തും അമേരിക്കയ്ക്ക് നിയന്ത്രണമില്ല. പക്ഷേ ഇന്ത്യ ഒരു റിസ്ക് എടുത്തില്ല, ഇവിടെ രണ്ടിടത്തുനിന്നും ഇന്ത്യ എണ്ണ വാങ്ങിയില്ല. പകരം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി. ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം, ഒന്ന്, വളരെ റേറ്റ് കുറച്ച് നമുക്ക് എണ്ണ കിട്ടി. രണ്ട്, നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും റഷ്യ ഒരിക്കലും ഇന്ത്യയുടെ എണ്ണ സപ്ലൈ നിർത്തില്ല. റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങാതിരുന്നിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോഴും നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷേ റഷ്യയിൽ നിന്നും കൂടി വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടി. എന്ന് വെച്ചാൽ ഇനി എണ്ണയുടെ പേര് പറഞ്ഞ് ഇന്ത്യയെ പ്രഷർ ചെലുത്താൻ, അല്ലെങ്കിൽ ഇന്ത്യയെ എണ്ണയുടെ പേര് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ യുഎസിന് പറ്റില്ല. അപ്പൊ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ മേൽ യുഎസിനുള്ള സ്വാധീനം അവിടെ ഇല്ലാതാവുകയാണ്. അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നിതാണ്. രണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ ഒരു നീക്കം, ഇന്ത്യ റഷ്യയുമായിട്ട് സഹകരിക്കുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, പലതരത്തിൽ റഷ്യയുമായിട്ട് ആയുധ ഇടപാടുകൾ നടത്തുന്നു, എന്നിട്ട് അമേരിക്കയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയ രാജ്യങ്ങൾ നാളെ അമേരിക്കയുടെ നേരെ ശബ്ദമുയർത്തി. എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ടില്ലേ, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ആയുധങ്ങൾ വാങ്ങുന്നു, പിന്നെ ഞങ്ങൾ വാങ്ങിയ എന്താ കുഴപ്പം, ഞങ്ങളുടെ മേൽ മാത്രം എന്തിനാണ് നിങ്ങൾ നികുതി ചുമത്തുന്നത്, ഇന്ത്യയെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ, അപ്പോൾ ഞങ്ങൾ ചെറിയ രാജ്യമായതുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യങ്ങളെ അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഭാവിയിൽ നേരിടേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പൊ അമേരിക്കയുടെ ആ ഒരു മേധാവിത്വത്തിന് ഇന്ത്യയുടെ ഈ ഒരു ഫോറിൻ പോളിസി തടസ്സമാണ് ദൂരവ്യാപകമായിട്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരേ സമയത്ത് യുഎസിനെയോ ആരെയും വകവയ്ക്കാതെ റഷ്യയുമായിട്ട് സഹകരിക്കുന്നു എന്ന് പറഞ്ഞ് യുഎസ് ഇന്ത്യക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കുന്നില്ല, യുഎസിന്റെ ആയുധങ്ങളും ഇന്ത്യ വാങ്ങുന്നു. അപ്പൊ ഇന്ത്യക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് പലരും നാളെ അമേരിക്കയോട് ചോദിക്കും. ഈ ഒരു സാഹചര്യം അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ എനർജി ഇൻഡിപെൻഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്, ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾ ഇത് ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ അമേരിക്കൻ മേധാവിത്വത്തിന് അത് തിരിച്ചടിയാകുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ, വിശേഷിച്ച് അമേരിക്കയിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് അവിടെ ഉണ്ടാവും. നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അമേരിക്ക ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധം, ഈ റിലേഷൻ കാരണം ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവുകയില്ല, ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയില്ല. ഒപ്പം ടെക്നോളജി അടക്കം ട്രാൻസ്ഫർ ചെയ്യാൻ വില്ലിങ് ആയിക്കൊണ്ടാണ് റഷ്യ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത്. ഇതിലൂടെ ഇന്ത്യ ഓരോ ദിവസം കഴിയുന്തോറും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പേടിയാണ്. ചൈന റഷ്യയുടെ സഹായത്തോടെയാണ് ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചത്. അതേ രീതിയിൽ മറ്റൊരു ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് പേടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക എന്തുകൊണ്ട് ചൈനയെ എതിർക്കുന്നു? ചൈന വളരെ പവർഫുൾ ആണ്, എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ചൈനയെ അവർ ഭയപ്പെടുന്നു, നാച്ചുറലായിട്ട് ഭയപ്പെടുകയാണ്. അല്ലാതെ ചൈന അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ക്ലെയിം ചെയ്തിട്ടില്ല. ചൈന അമേരിക്കയെ പോയി ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ചൈന അമേരിക്കയുമായിട്ട് അതിർത്തി തർക്കമില്ല. രണ്ടും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ലൊക്കേഷനിൽ കിടക്കുന്ന രാജ്യങ്ങൾ, വളരെ ഡിസ്റ്റൻസിൽ കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ. എന്നിട്ടും ചൈനയെ അമേരിക്ക ഭയപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ലോകത്തെ മേധാവിത്വത്തിന് ചൈന ഒരു ഭീഷണിയാകുമോ എന്നതുകൊണ്ടാണ്. അതേപോലെ ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമായിട്ട് മാറണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തയാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ബ്രിട്ടനെ പോലെയോ ജപ്പാനെ പോലെയോ ഓസ്ട്രേലിയ പോലെയോ ഒരു സുഹൃത്തായിട്ട് ഇന്ത്യ നിൽക്കണമെന്നാണ്, സ്വയം പര്യാപ്തത നേടണമെന്നല്ല. മാത്രമല്ല, ഇന്ത്യയുടെ ആയുധ ഇടപാടുകളിലും എണ്ണ ഇടപാടിലൊന്നും ഇപ്പൊ അമേരിക്കയ്ക്ക് ഒരു റോളില്ല. എന്ന് വെച്ചാൽ സാങ്ഷൻസ് ചുമത്തിക്കൊണ്ട് ഇന്ത്യയെ തടയാനൊന്നും പറ്റുന്നില്ല. കാരണം ഇന്ത്യ റഷ്യയുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, റഷ്യൻ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, റഷ്യൻ ടെക്നോളജിയും ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ ഉപരോധത്തിൽപ്പെടുത്തി തടയാനോ അല്ലെങ്കിൽ എണ്ണ തരില്ലെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്നു. മറ്റെല്ലാ രാജ്യങ്ങളുടെ മേലും അമേരിക്ക ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോള് ഇന്ത്യയുടെ മേൽ അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നതിന്റെ ആശങ്കയും അവർക്കുണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യൻ ആയുധങ്ങൾ കൂടുതൽ വാങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിലിറ്ററി ഡിസിഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യം കൺട്രോൾ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ യുഎസിന്റെയോ യൂറോപ്പിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ മിലിറ്ററി എടുക്കുന്ന ഡിസിഷൻസിൽ അവരോടും പലപ്പോഴും ആലോചിക്കേണ്ടി വരും, അവരുടെ കൂടി അനുമതി വാങ്ങേണ്ടിയൊക്കെ വരും. ഇവിടെ വെസ്റ്റേൺ പൊളിറ്റിക്സിന് ഒരു റോൾ ഇല്ല ഇന്ത്യയുടെ മിലിറ്ററി ഡിസിഷൻസിൽ. അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലും കണ്ടത്. ഇതാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നു ഇന്ത്യ. ഒരു തരത്തിലും നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. മാത്രമല്ല, എഞ്ചിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഫ്രാൻസുമായിട്ടാണ് ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയുമായിട്ട് നമുക്ക് സാധ്യതകളുണ്ട്. ഒരു പരസ്പര സഹകരണത്തോടെ എഞ്ചിൻ നിർമ്മാണത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അവിടെയും യുഎസിന് കാര്യമായ റോളൊന്നും വരുന്നില്ല.
അപ്പൊ ഇന്ത്യയുടെ മേലെ ഈ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഭയപ്പെടുത്തുന്ന ഒരു പരിപാടി നടക്കുന്നില്ല. വെസ്റ്റേൺ സാങ്ഷൻസിൽ ഇന്ത്യയുടെ മേൽ അവർക്കൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതാണ് അമേരിക്കയുടെ ആശങ്കകൾക്കൊക്കെ അടിസ്ഥാനം. ഇന്ത്യയെ പിണക്കാനും മാറ്റി നിർത്താനും പറ്റുന്നുമില്ല. എന്ന് വെച്ചാൽ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് റഷ്യയുമായിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ടൈസ് നമുക്ക് ജപ്പാനുമായിട്ടും യുമായിട്ടും US-ഉമായിട്ടും ഉണ്ട്. ഗ്ലോബൽ സൗത്തുമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ എല്ലാ വിഷയങ്ങളിലും മീഡിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നു. ന്യൂട്രലായിട്ട് നിൽക്കാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് പൊളിറ്റിക്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇന്ത്യ തികച്ചും വേറിട്ടൊരു ശക്തിയായിട്ട് മാറി നിൽക്കുകയാണ്. അമേരിക്കയുടെ സാധാരണ സുഹൃത്ത് രാജ്യങ്ങളൊക്കെ അമേരിക്കയെ അനുസരിക്കുന്നവരാണ്. ഇന്ത്യ പക്ഷെ അനുസരിക്കുന്നില്ല. അമേരിക്കയെ ഒബേ ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതിലൂടെ ഇന്ത്യ ഒരു പുതിയ എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെക്കുക കൂടിയാണ് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ. ഇന്ത്യയെ കണ്ട് ഇൻസ്പയർ ആവുന്ന രാജ്യങ്ങളുണ്ട്. ഈജിപ്റ്റ്, അതുപോലെ സൗത്ത് ആഫ്രിക്ക, അതുപോലെ ബ്രസീല്, സൗദി അറേബ്യ, UAE, ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ കണ്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു മോഡൽ, ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രാൻസ് പോലും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഇന്ത്യ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് അമേരിക്ക ഭയപ്പെടുകയാണ്. ഇതോടെ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഡിഫൻസ് രംഗത്തും എനർജി രംഗത്തും ഫൈനാൻസ് രംഗത്തും ഒക്കെ ഉള്ള അവരുടെ ഒരു മേധാവിത്വം ഉണ്ടല്ലോ, അതിനെ ഇന്ത്യ ചലഞ്ച് ചെയ്യുക കൂടിയാണ്. വെസ്റ്റേൺ ഗ്ലോബൽ ഡോമിനൻസിന് തന്നെ ഇന്ത്യ ഒരു തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഇന്ത്യ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നത്. ഇപ്പോൾ അമേരിക്ക എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% നികുതി ചുമത്തിക്കൊണ്ട് ഇന്ത്യയെ പ്രഷർ ചെയ്ത് എങ്ങനെയെങ്കിലും അമേരിക്കയുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടത് നമ്മൾ റഷ്യയുമായിട്ടുള്ള സൗഹൃദം കുറയ്ക്കണം, നമ്മൾ റഷ്യയുമായിട്ടുള്ള ഡിഫൻസ് സഹകരണം കുറയ്ക്കണം, എണ്ണ ഇറക്കുമതി കുറയ്ക്കണം, US-നെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നിൽക്കണം. ഇതിന് മോദിയെ കിട്ടുന്നില്ല. റഷ്യയുമായിട്ടുള്ള സഹകരണം കൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. US-ഉം യൂറോപ്പുമായിട്ട് ഡിഫൻസ് രംഗത്തൊക്കെ നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടില്ല. ഉദാഹരണത്തിന് തേജസ് വിമാനത്തിന് നമ്മൾ അമേരിക്കൻ എഞ്ചിൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഈ എഞ്ചിന്റെ സപ്ലൈ പരമാവധി വൈകിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ലക്ഷ്യത്തെ തടയാനാണ് അമേരിക്ക ശ്രമിച്ചത്. അതൊരു ചെറിയ ഉദാഹരണമാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് സഹകരിക്കാൻ പറ്റുന്ന കൂട്ടരല്ല ഇവര്. ഇതുകൊണ്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കിയിട്ട് ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് ഇടപെടാൻ തുടങ്ങി. ഗ്ലോബൽ സൗത്തുമായിട്ട് നമ്മൾ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കി. ഇതേ സമയം തന്നെ അമേരിക്കയും യൂറോപ്പുമായിട്ട് നമ്മൾ സഹകരണം തുടരുകയും ചെയ്തു. അവർക്ക് കാര്യമായിട്ട് വേറൊന്നും ഇന്ത്യയുടെ മേൽ ആരോപിക്കാനില്ല. ഇന്ത്യയെ അവർക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നത് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ച് ഇന്ത്യ റഷ്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല, ഇന്ത്യ റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കുന്നില്ല, ഇന്ത്യ റഷ്യയുടെ പ്രവൃത്തി ശരിയാണെന്നും പറയുന്നില്ല, തെറ്റാണ് എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ത്യ ഒരിക്കലും റഷ്യ ചെയ്തത് ശരിയായി പോയില്ല, തെറ്റായി പോയി, റഷ്യയുടെ പ്രവൃത്തി അപലപനീയമാണ് എന്ന് പറഞ്ഞിട്ടില്ല. റഷ്യ ചെയ്യുന്നത് ശരിയാണെന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ഇന്ത്യ യുദ്ധം ശരിയല്ല, യുദ്ധം നല്ലതല്ല, യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കണം, ഇങ്ങനെ അമേരിക്കയെ കുഴപ്പിക്കുന്ന ഒരു ഫോറിൻ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ മുമ്പിൽ അമേരിക്ക പെട്ടുകിടക്കുന്നത്. റഷ്യ ആകട്ടെ ഇന്ത്യയോട് പരമാവധി ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പോസ്റ്റ് ആക്കുന്ന ഉൾപ്പെടെ ഒരുപാട് പണി റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ അവരും കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിന് റഷ്യ വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടി അമേരിക്ക ആകെ പെട്ടിരിക്കുകയാണ്. ഇന്ത്യയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യ ആകട്ടെ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഇന്ത്യയുടെ പൊസിഷൻ ഇന്ത്യ തന്നെ എടുത്തുയർത്തി വേറൊരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്കോ റഷ്യക്കോ ചൈനയ്ക്കോ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡിപെൻഡന്റ് പവർ ആയിട്ട്, ഒരു എൻറ്റിറ്റി ആയിട്ട് ഇന്ത്യയെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.